ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കട്ടൻ വിത്ത് കുട്ടനിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കറാഹിയാണ്. ഫ്ലെയിം ഓണാക്കി അതിലേക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ ചിക്കൻ എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കിലോ ചിക്കനാണ്. ഈ ചൂടായ ചിക്കനിലേക്ക് കാശ്മീരി ചില്ലി 3 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂണ്, ഉപ്പ് പാകത്തിനിട്ട് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റ് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഇളക്കി ഫ്രൈ ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് 10 മിനിറ്റ് വീണ്ടും വേവിക്കാം. ഈ 10 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം. അതെ, ഞാനിവിടെ എടുത്തിട്ടുള്ളത് സവാള 6 എണ്ണം, 3 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് 6, ചെറിയൊരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പൊരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ വറുത്ത് കോരിയ എണ്ണയുണ്ടല്ലോ, അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് വഴറ്റിയെടുക്കണേ. സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് എന്ത് ചെയ്യുക, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഈ മസാല നന്നായിട്ട് ഇളക്കിയെടുത്ത് ഒരു 2 മിനിറ്റ് വീണ്ടും വേവിക്കണേ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ മിക്സിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം പച്ചമുളക് മല്ലിയില ഇട്ട് അതിട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യണം. മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ തക്കാളി ഇല്ലേ, നന്നായി ഉടച്ച് മിക്സ് ചെയ്യണേ. അതെ, ഞാനിവിടെ എടുത്തിട്ടുള്ളത് 400 ഗ്രാമിൽ 2 ടിന്ന് തക്കാളിയാണ്. നാട്ടിലുള്ളവരാണെങ്കിൽ ഏകദേശം ഒരു 10 തക്കാളി മതിയാകും കേട്ടോ. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വീണ്ടും നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടി തുറന്ന് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചെറു തീയിൽ ഒരു 2 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നല്ല രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ കറാഹി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.